ഫെഡറൽ അവകാശങ്ങൾക്കും സാമ്പത്തിക സ്വാശ്രയത്തിനും മേൽ കേന്ദ്ര സർക്കാർ നടത്തുന്ന കടന്നുകയറ്റങ്ങൾ സംസ്ഥാനത്തെ വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിടുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ ഉലച്ച മണ്ണിൽ അതിജീവനത്തിനായി പൊരുതുന്ന ഒരു ജനതയെ ചേർത്തു പിടിക്കേണ്ടതിന് പകരം അർഹമായ സാമ്പത്തിക വിഹിതങ്ങൾ നിഷേധിച്ചും കടമെടുപ്പ് പരിധിയിൽ അന്യായമായ വെട്ടിക്കുറവുകൾ വരുത്തിയും കേരളത്തെ ശ്വാസം മുട്ടിക്കുന്ന സമീപനമാണ് കേന്ദ്രം സ്വീകരിച്ചിരിക്കുന്നത്. രാജ്യത്തെ ഫെഡറൽ സംവിധാനത്തിന്റെ അന്തസത്തയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഇത്തരം നടപടികൾ സംസ്ഥാനത്തിന്റെ വികസന സ്വപ്നങ്ങൾക്കും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. നികുതി വിഹിതത്തിലെ കുറവും ഗ്രാന്റുകളുടെ നിഷേധവും വഴി ഇതിനോടകം തന്നെ സാമ്പത്തിക ഞെരുക്കത്തിലായ കേരളത്തിന് കടമെടുപ്പ് പരിധിയിലെ പുതിയ നിയന്ത്രണങ്ങൾ ഇരുട്ടടിയായി മാറിയിരിക്കുകയാണ്. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ അവസാന പാദത്തിൽ കേരളം നേരിടാൻ പോകുന്ന സാമ്പത്തിക പ്രതിസന്ധി കേരള സർക്കാരിന്റെ ആസൂത്രിതമായ നീക്കത്തിന്റെ ഫലമാണെന്ന് വ്യക്തമാണ്. 2024-25 സാമ്പത്തിക വർഷത്തിൽ അവസാന 3 മാസങ്ങളിൽ കേരളത്തിന് ലഭിക്കേണ്ടിയിരുന്ന കടമെടുപ്പ് അവകാശത്തിൽ പകുതിയോളം കേന്ദ്രം ഏകപക്ഷീയമായി വെട്ടിക്കുറച്ചിരുന്നു. ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവിൽ 12,515 കോടി രൂപ വിപണിയിൽ നിന്ന് സമാഹരിക്കാൻ കേരളത്തിന് അനുമതി ഉണ്ടായിരുന്നുവെങ്കിലും അത് വെറും 6,572 കോടി രൂപയായി ചുരുക്കുകയായിരുന്നു. ഏകദേശം 6,000 കോടിയോളം രൂപയുടെ ഈ കുറവ് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം താങ്ങാവുന്നതിലും അപ്പുറമാണ്. പ്രത്യേകിച്ചും സാമ്പത്തിക വർഷത്തിന്റെ അവസാന മാസങ്ങളിൽ കരാറുകാർക്ക് നൽകേണ്ട കുടിശ്ശികകളും മറ്റ് വികസന പ്രവർത്തനങ്ങൾക്കുമുള്ള ഫണ്ട് വിതരണം ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഈ നിയന്ത്രണം ഭരണ സംവിധാനത്തിനെ ആകെ സ്തംഭിപ്പിക്കുന്നതിന് തുല്യമാണ്. കേന്ദ്ര സർക്കാരിന്റെ ഈ നടപടിക്ക് പിന്നിലെ പ്രധാന കാരണം കിഫ്ബിയിലൂടെയും പെൻഷൻ കമ്പനിയിലൂടെയും സംസ്ഥാനം സ്വീകരിച്ച വായ്പകൾ പൊതുകടത്തിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. സംസ്ഥാനത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് കുതിപ്പേകാൻ രൂപീകരിച്ച കിഫ്ബിയും സാമൂഹിക സുരക്ഷാ പെൻഷൻ ഉറപ്പാക്കാൻ തുടങ്ങിയ പെൻഷൻ കമ്പനിയും എടുത്ത വായ്പകൾ സംസ്ഥാനത്തിന്റെ നേരിട്ടുള്ള കടമെടുപ്പ് പരിധിയിൽ കുറയ്ക്കുന്നത് ഭരണഘടനാ വിരുദ്ധമായ നടപടിയാണെന്ന് കേരളം നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. മുൻകാലങ്ങളിൽ ഇത്തരം വായ്പകൾ സംസ്ഥാനത്തിന്റെ വായ്പ പരിധിയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. എന്നാൽ കേരളത്തെ സാമ്പത്തികമായി പ്രതിരോധത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്രം നിയമങ്ങളിൽ മാറ്റം വരുത്തുകയായിരുന്നു. സംസ്ഥാനത്തിന്റെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ 3% വരെ കടമെടുക്കാൻ സംസ്ഥാനങ്ങൾക്ക് അവകാശമുണ്ട്. കേരളത്തിന്റെ നിലവിലെ സാമ്പത്തിക വളർച്ചാ നിരക്കനുസരിച്ച് 42,814 കോടി രൂപ വരെ കടമെടുക്കാൻ നിയമപരമായ അവകാശമുണ്ടായിട്ടും അത് നിഷേധിക്കപ്പെടുകയാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ കേരളത്തിന്റെ കടമെടുപ്പ് അവകാശത്തിൽ മാത്രം 1.5 ലക്ഷം കോടി രൂപയുടെ കുറവാണ് കേന്ദ്രം വരുത്തിയിട്ടുള്ളതെന്നാണ് സംസ്ഥാന ധനകാര്യ വകുപ്പ് വ്യക്തമാക്കുന്നത്. 2021-22 കാലഘട്ടത്തിൽ 30,000 കോടിയിലധികം കടമെടുക്കാൻ അനുമതി ഉണ്ടായിരുന്ന സ്ഥാനങ്ങളാണ് പിന്നീട് വന്ന വർഷങ്ങളിൽ വലിയ തോതിലുള്ള വെട്ടിക്കുറയ്ക്കലുകൾക്ക് ഉണ്ടായത്. 2023-24 വർഷത്തിൽ 32,442 കോടി പ്രതീക്ഷിച്ചിരുന്ന കേരളത്തിന് ലഭിച്ചത് അതിന്റെ പകുതിയിൽ താഴെ മാത്രമാണ്. ഈ വർഷവും ഈ പ്രവണത തുടരുകയാണ്. കേന്ദ്ര ഗ്രാന്റുകളിലും വലിയ ഇടിവ് സംഭവിച്ചതോടെ പ്രതിവർഷം ശരാശരി 57,000 കോടി രൂപയുടെ നഷ്ടമാണ് കേരളത്തിന് സംഭവിക്കുന്നത്. സംസ്ഥാനത്തിലെ തനത് വരുമാനം വർദ്ധിപ്പിക്കാൻ കേരളം പരമാവധി ശ്രമിക്കുമ്പോൾ കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതത്തിലുണ്ടാകുന്ന ഈ വൻ ഇടിവ് സാമ്പത്തിക അടിത്തറയെ ദുർബലപ്പെടുത്തുന്നു. ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ മാനുഷികമായ പരിഗണനയോടെ സംസ്ഥാനത്തെ സഹായിക്കേണ്ട കേന്ദ്ര സർക്കാർ ദുരിതാശ്വാസ നിധികളിലേക്കുള്ള സഹായങ്ങൾ പോലും തടസ്സപ്പെടുത്തുന്ന കാഴ്ചയാണ് സമീപകാലത്ത് കണ്ടത്. വയനാട് പോലുള്ള ദുരന്തമുഖങ്ങളിൽ കേരളം പകച്ചു നിന്നപ്പോൾ പോലും പ്രത്യേക സാമ്പത്തിക പാക്കേജുകൾ അനുവദിക്കുന്നതിൽ കേന്ദ്രം വിമുഖത കാട്ടി. ദുരിതബാധിതരുടെ പുനരധിവാസത്തിനും വായ്പാ തിരിച്ചടവുകൾക്കും സഹായം ആവശ്യമുള്ള ഘട്ടത്തിൽ പോലും കേരളത്തോടുള്ള ഈ നിഷേധാത്മക സമീപനം തുടരുന്നതും പ്രതിഷേധാർഹമാണ്. ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാനങ്ങൾക്ക് അർഹമായ പരിഗണന നൽകുന്നതിന് പകരം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് കേരളത്തെ സാമ്പത്തിക ഉപരോധത്തിലേക്ക് തള്ളിവിടാനാണ് കേന്ദ്രം ശ്രമിക്കുന്നതും. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കാനിരിക്കുന്ന ക്ഷേമ പദ്ധതികളെയും സാമൂഹിക സുരക്ഷാ പ്രവർത്തനങ്ങളെയും ഈ നടപടി ബാധിക്കുമെന്ന ആശങ്കയും പരക്കെയുണ്ട്. സാധാരണക്കാരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനായി നടപ്പിലാക്കുന്ന പെൻഷൻ പദ്ധതികളും ആരോഗ്യ സേവനങ്ങളും തടസ്സപ്പെടുന്നത് വലിയ സാമൂഹ്യ പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കും. കരാറുകാർക്കുള്ള കുടിശ്ശിക നൽകാൻ കഴിയാതെ വരുന്നത് നിർമ്മാണ മേഖലയെയും അതുവഴി സംസ്ഥാനത്തെ സാമ്പത്തിക ചലനങ്ങളെയും മന്ദീഭവിപ്പിക്കും. ഈ പ്രതിസന്ധികൾക്കിടയിലും കേരളം അതിന്റെ വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരം കുരുക്കുകൾ സംസ്ഥാനത്തിന്റെ വേഗത കുറയ്ക്കുകയാണ്. ഭരണഘടനാപരമായ അവകാശങ്ങൾക്കായി സുപ്രീം കോടതിയെ വരെ കേരളം സമീപിച്ചിട്ടുണ്ട് എന്നത് പ്രശ്നത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്മേലുള്ള ഈ കടന്നുകയറ്റം അവസാനിപ്പിക്കാത്ത പക്ഷം അത് രാജ്യത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങളെ തന്നെ തകർക്കുന്ന ഒന്നായി മാറുക തന്നെ ചെയ്യും. കൃത്യമായ കണക്കുകൾ നിരത്തിയും നിയമപരമായ പോരാട്ടങ്ങൾ നടത്തിയും കേന്ദ്രത്തിന്റെ ഈ സാമ്പത്തിക വിവേചനത്തെ പ്രതിരോധിക്കാനാണ് കേരളം തയ്യാറെടുക്കുന്നത്.
വരാനിരിക്കുന്ന മാസങ്ങളിൽ ശമ്പളം, പെൻഷൻ എന്നിവയുൾപ്പെടെയുള്ള കൃത്യമായ വിതരണത്തിന് ഈ വായ്പാ നിയന്ത്രണം വലിയ തടസ്സമായി നിലനിൽക്കുമ്പോഴും ജനപക്ഷത്തു നിന്നുള്ള വികസന കാഴ്ചപ്പാടിൽ നിന്ന് പിന്നോട്ട് പോകില്ലെന്ന ഉറച്ച നിലപാടിലാണ് സംസ്ഥാന സർക്കാർ.